കഴിഞ്ഞ ദിവസം രണ്ട് സംഭവങ്ങളാണ് പശ്ചിമേഷ്യയിലുണ്ടായത്. ഒന്നൊരു അസാധാരണ സംഭവമാണ്. നെതന്യാഹുവിൻ്റെ ഒരു സന്ദേശം ഇറാൻ ജനതയോടാണ്. ഇറാൻ്റെ വിമോചനം ഉടൻ ഉണ്ടാകുമെന്നാണ് അല്പം അഹന്ത കലർന്ന ശരീരഭാഷയിൽ നെതന്യാഹു ഇറാനിയൻ ജനതയോട് പറയുന്നത്. ആദ്യമായാണെന്ന് തോന്നുന്നു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു സംസാരിച്ചത്. ഇറാൻ ജനതയെ ചിലർ അടിമകളാക്കി വച്ചിരിക്കുന്നു, അവരിൽ നിന്ന് ഇറാനെ മോചിപ്പിക്കും, ഇറാനും ഇസ്രായേലും സൗഹൃദത്തോടെ കഴിയുന്ന ഒരു നല്ല കാലം വരും. ഇതായിരുന്നു നെതന്യാഹുവിൻ്റെ സന്ദേശം. പിന്നാലെ മറ്റൊരു വാർത്തയും എത്തി. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം ഇറാനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. അതിൻ്റെ മുറിവുണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും തിരിച്ചടി ഉണ്ടായില്ല. എല്ലാം തണുത്തുറഞ്ഞോ, ഇറാൻ എല്ലാം മറന്നോ എന്ന തോന്നലിൽ ലോകം എത്തി നിൽക്കുമ്പോഴാണ് ഹിസ്ബുള്ളയെയും ലെബനനെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോയത്. ലെബനനിൽ ഇസ്രായേൽ കരയാക്രമണവും തുടങ്ങിയിരുന്നു. അതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമെന്ന് പറഞ്ഞുകൂടാ, എന്നാൽ പെട്ടെന്നാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത്. ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് 180 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. അയൽരാജ്യമായ ജോർദാൻ്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായി ചേർന്ന് മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സാലിവൻ അറിയിച്ചു. ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ടെൽ അവീവിലും ജെറുസലേമിലുള്ള ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിരുന്നു. ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ സെൻട്രൽ ഇസ്രായേലിലെ ജാഫയിൽ ചൊവ്വാഴ്ച രാത്രിയിൽ വെടിവയ്പുണ്ടായി. വെടിവയ്പിൽ 8 പേരാണ് മരിച്ചത്. ഭീകരാക്രമണമാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ. വെടിവയ്പ് നടത്തിയ 2 പേരെ സുരക്ഷാസേന വധിച്ചു. മരണസംഖ്യ ഉയരാനിടയുണ്ടെന്നാണ് സൂചന. ആയുധങ്ങളുമായി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ CCTV ദൃശ്യം ലഭിച്ചതിന് പിന്നാലെയാണ് 2 അക്രമികളെ സുരക്ഷാസേന വധിച്ചത്. ഇറാൻ്റെ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹുവിൻ്റെ പ്രതികരണവും വന്നു. ഇറാൻ നടത്തിയ മിസൈലാക്രമണം പരാജയപ്പെട്ടെന്ന് നെതന്യാഹു പറഞ്ഞു. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കും. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിൻ്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകില്ല. ഈ തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരും, നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. ഇത് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ്. തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം രൂക്ഷമാകും. സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകും, ഇറാൻ വ്യക്തമാക്കി. US-നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെട്ടാൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നായിരുന്നു US-ൻ്റെ മുന്നറിയിപ്പ്. അതിനിടെ ഇറാനെതിരെയുള്ള പ്രതിരോധത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകാൻ US സൈന്യത്തോട് പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു. ഇസ്രായേലിന് പിന്തുണയുമായി മധ്യപൂർവ്വ ദേശത്ത് US-ന് 40,000 സൈനികരാണുള്ളത്. ഇസ്രായേലിനെതിരെ ഇറാൻ ബാലസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ലെബനൻ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. ബെയ്റൂത്തിൽ ആളുകൾ പടക്കങ്ങൾ പൊട്ടിച്ചാണ് ഇറാൻ്റെ ആക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ലോകം ആശങ്കയിലും ഭീതിയിലുമാണ്. ഇതെത്ര കാലം തുടരുമെന്നോ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നോ ഇപ്പോൾ പ്രവചിക്കാനേ ആവില്ല.